ഹലോ ഗൈസ്, പത്രമാറ്റിൽ ഇത് വലിയൊരു ഷോക്കായിരിക്കും. അതെ ഗൈസ്, അത് സംഭവിക്കുകയാണ് അവസാനം. അച്ഛനും അമ്മയൊന്ന് കണ്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ വീട്ടിലെത്തുന്ന നയനയെ ആദർശിന്റെ പേര് പറഞ്ഞ് ഗോവിന്ദനും കനകയും ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ആദർശിനെ ഇത്ര മോശം രീതിയിൽ കുറ്റപ്പെടുത്തുന്നത് നോക്കി നിൽക്കാൻ നയനയ്ക്ക് ഒട്ടും തന്നെ സാധിക്കുന്നില്ല കേട്ടോ. അവസാനം നയന ഒരു കാര്യം തീരുമാനിക്കാണ്, ഇത് അമ്മയോടെങ്കിലും സത്യങ്ങൾ തുറന്നു പറയണമെന്ന്. അങ്ങനെ കനകയോട് സത്യങ്ങൾ തുറന്നു പറയുന്ന സമയത്താണ് ഗോവിന്ദനെല്ലാം പിന്നിൽ നിന്നും കേൾക്കുന്നത്. അത് പിന്നീട് ഗോവിന്ദന് വലിയ ഷോക്കാവുകയാണ്. കേട്ട പാടത്തിനെ ഷോക്കായി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഗോവിന്ദൻ താഴേക്ക് മറഞ്ഞു വീഴുകയാണ്. ഇത് കേട്ട ഷോക്കിൽ കനക ആകെ അങ്ങ് തരുത്തു പോവാൻ കേട്ടോ. ആ സമയത്ത് വീഴുന്ന ശബ്ദം കേട്ടിട്ട് രണ്ടുപേരും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഗോവിന്ദൻ താഴെ കിടന്ന് പിടയുന്നത്. ഗോവിന്ദൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുകയെന്നറിയോ? എന്തായാലും ഈ ഒരു എപ്പിസോഡ് പ്രേക്ഷകരിൽ ഒരു വമ്പൻ ഷോക്കായിരിക്കും. അപ്പോ നമുക്ക് എന്തായാലും എപ്പിസോഡിലോട്ട് കടക്കാം. ചന്തുമോളുമായിട്ട് സംസാരിച്ചു നിൽക്കുന്ന നയനയുടെ അടുത്തേക്ക് അനാമിക വരുന്നുണ്ട്. ഓ, കൊഞ്ചി കൊഴിയുന്ന കണ്ടാ തോന്നും ഇത് അവളുടെ സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞാണെന്ന്. അതിനെങ്ങനെയാ കുഞ്ഞുണ്ടാവോന്ന് ആർക്കറിയാം. ഏതായാലും മുന്നേ തന്നെ ആദർശേട്ടനൊരു ബന്ധം ഉണ്ടായത് നന്നായി. കുഞ്ഞില്ലാത്ത നിന്നെ തലയിലേറ്റ് ഇങ്ങനെ കൊണ്ടെടുക്കുന്നേക്കാളും ഭേദം ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്നെങ്കിലും പറയാലോ. നീ നോക്കിക്കോ മോളെ, നീ ഇവിടുന്ന് ഓൺ ദ സ്പോട്ടിൽ പുറത്തായിരിക്കും. ഇവളുടെ അമ്മ ചത്തിട്ടൊന്നും ഇല്ലല്ലോ. ആ സ്ത്രീ വീണ്ടും ജീവിതത്തിലോട്ട് തിരിച്ചു വരും. അപ്പൊ നിന്റെ സ്ഥാനമൊക്കെ ഇല്ലേ രണ്ടാം ഭാര്യ പദവിയിലേക്ക് മാറും. ഏതായാലും ദൈവം നിനക്ക് കണ്ടറിഞ്ഞ ഈ ശിക്ഷ തന്നത്. കഴിഞ്ഞോ? ഇനി എന്തേലും പറയാനുണ്ടോ? ഓ, എനിക്കൊന്നും പറയാനില്ല. അല്ലേനും നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിടാൻ നീ നല്ല മിടിക്കാന്ന് എനിക്കറിയാം. പക്ഷേ ഇതിന്റെയൊക്കെ പിന്നാലെ പോകുമ്പോ കഴുതയെ പോലെ സ്വന്തം ജീവിതം നോക്കാൻ മറക്കരുത്. അല്ല, കഴുതയും നീയുമായിട്ട് ഉപമിച്ച കഴുതയ്ക്ക് പോലെ അത് ലജ്ജയായിട്ട് മാറും. അതുകൊണ്ട് പൊന്നുമോള് സ്വയം ജീവിതം പോയി നോക്ക്. എന്നിട്ടാ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ തലയിടാൻ വരൽ. ഇടി എന്തടി, നിനക്കെന്നെ തല്ലണോ? തല്ലണെങ്കിൽ തല്ലടി, ഒന്ന് തല്ലി നോക്ക് നീ. പിന്നെ നീ വിവരം അറിയൂ. ഈ അനാമിക നിങ്ങളെ പേടിച്ചൊന്നും അല്ല പോകുന്നത്. ലോ ക്ലാസ്സുകളായിട്ട് സംസാരിക്കാൻ നിന്നാലേ ചിലപ്പോ നമ്മളും ലോ ക്ലാസ് ആയി പോകും. നിങ്ങളുടെ മുന്നിൽ തരം താഴാൻ എനിക്ക് വയ്യ. എന്തായാലും നിങ്ങൾ അത്ര അധപതിച്ചിട്ടില്ല ഞാൻ. അയ്യോ, നമ്മളൊക്കെ ലോ ക്ലാസ്സുകളാണേ. നിനക്കറിയാലോ ഞങ്ങള് ലോ ക്ലാസ്സുകളാണെന്ന്. പിന്നെ എന്തിനാടി ഞങ്ങളോട് സംസാരിക്കാൻ വരുന്നത്? അവള് വന്നേക്കിന്ന് പോയി തരത്തി പോയി കളിയിടി. ഇതും പറഞ്ഞോണ്ട് ചന്തമോളെ എടുത്തോണ്ട് നയൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ് കേട്ടോ. ദേവയാനിയുടെ അടുത്തോട്ട് നയന കുഞ്ഞിനായിട്ട് വരുന്നുണ്ട്. ആഹാ, ചന്തുമോളെ, മുത്തശ്ശിയുടെ മോളിങ് വന്നേ. നയനെ, മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ? ആ, കൊടുത്തു അമ്മേ. അതെ, ചന്തുമോളെ ഇനി നല്ലൊരു സ്കൂളിൽ ചേർത്തണം. ഇതൊക്കെ പറയുമ്പോഴും നയന വേറെ ഏതോ ഒരു ലോകത്താണ് കേട്ടോ. അപ്പൊ ദേവയാനി ചോദിക്കുന്നുണ്ട്, മോളെ നയനെ, നീ ഇവിടെയൊന്നും അല്ലല്ലോ. നിന്റെ മനസ്സ് എവിടെയാ? ഏയ്, ഒന്നുമില്ല അമ്മേ. അപ്പൊ ദേവയാനി ചന്തുമോളോട് ചോദിക്കുന്നുണ്ട്, മോളെ, നിന്റെ നയനാമയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ചെറിയമ്മ നയനമ്മയെ ഒരുപാട് വഴക്കു പറഞ്ഞു. ഓ, അപ്പൊ അനാമിക എന്തൊക്കെയോ പറഞ്ഞു അല്ലേ? അത് പിന്നെ അമ്മേ, ആദർശേട്ടനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു. എനിക്കത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചില സമയത്ത് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞേ വേണ്ടില്ലെന്ന് കരുതും. മോളെ, നിന്നെപ്പോലെ തന്നെയാ ഞാനും. ഇതിങ്ങനെ കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. പലപ്പോഴും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലോന്ന് വരെ കരുതും. പക്ഷേ പിന്നീടുണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊന്നും പറയാൻ തോന്നില്ല. എന്ത് ചെയ്യാനാ നയനമോളെ? മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാത്ത കുറെ ദുഷ്ടകൂട്ടങ്ങൾ ഇവിടെയുണ്ട്. അവരുള്ളോടത്തോളം കാലം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ആ സമയത്താണ് നയനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ആ അമ്മേ, എന്റെ അമ്മയാണ്. കനകയാണോ? എന്നാ ഫോണെടുത്ത് സംസാരിക്കുമോളെ. വേണ്ട അമ്മേ, വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദർശേട്ടൻ ഓരോന്ന് കുറ്റപ്പെടുത്തും അമ്മ. എന്നാലും മോള് ഫോൺ എടുക്കാതിരിക്കല്ലേ. ആ ഫോൺ അറ്റൻഡ് ചെയ്യും. ഇതും പറഞ്ഞോണ്ട് നയനെ നിർബന്ധിപ്പിച്ച് ആ ഫോൺ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഹലോ അമ്മേ. ഓ, എന്റെ മോൾക്ക് ഇപ്പോഴെങ്കിലും എടുക്കാനായോ? എന്താ അമ്മേ, ഞാൻ രാവിലെയും വിളിച്ചിരുന്നല്ലോ. നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? അത് പിന്നെ ചന്തുമോളെ കുളിപ്പിക്കായിരുന്നു അമ്മേ. ഓ, ഇപ്പൊ ഒരുത്തി ഉണ്ടല്ലോ കുളിപ്പിക്കാനും താരാട്ട് പാടാനും സന്തോഷിപ്പിക്കാനും എല്ലാം. അവള് കഴിഞ്ഞിട്ടുള്ളൂ സ്വന്തം അമ്മ അല്ലേ? അങ്ങനെയല്ല അമ്മേ, കുഞ്ഞിനെ നോക്കുന്ന ഓരോ തിരക്ക് പെട്ടുപോയി. പിന്നെ ഓഫീസിലേക്കും പോവേണ്ടതല്ലേ. ഓഫീസിൽ പോകുന്നത് ന്യായം. കുഞ്ഞിനെ നോക്കേണ്ടത് നിന്റെ കടമയല്ലല്ലോ. നിന്റെ കുഞ്ഞാണോ അത്? ഒരു കാര്യം പറഞ്ഞേക്കാൻ നയനമോളെ, സ്വന്തം ജീവിതം ആദ്യം നല്ലപോലെ നോക്ക്. അതായത് നിനക്ക് പെട്ടെന്നൊരു കുഞ്ഞുണ്ടാവണം. എന്നിട്ട് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിയാലും കുഴപ്പമില്ല. ഇതിപ്പോ സ്വന്തമായിട്ട് ഒരു കുഞ്ഞുമില്ല. ഭർത്താവിന്റെ വേറൊരു ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുക. അതും ഭർത്താവിന് അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ട്. നയനമോളെ, നീ ഒരിക്കലും ഞങ്ങൾക്ക് ഭാരമല്ല. നിനക്ക് എപ്പോ അവിടുന്ന് പോരണം തോന്നുന്നു അപ്പൊ നീ അവിടെ ഇറങ്ങി പോര്. നവ്യമോളെ ഇടയ്ക്ക് വിളിച്ചപ്പോ കാര്യമൊക്കെ പറഞ്ഞു. നീ നവ്യമോളുടെ കുഞ്ഞിനൊന്ന് എടുക്കാൻ പോലും ചെല്ലുന്നില്ലെന്ന്. എന്താ നയന ഇതൊക്കെ? ഈ ചന്തമോളെന്ന് പറയുന്നവൾ വരുന്നതിന് മുമ്പ് നീ കുഞ്ഞിനെ ഒരുപാട് എടുത്തിട്ടില്ലേ? കുഞ്ഞിനെ കാണാൻ ഇവിടെ 1000 പ്രാവശ്യം വന്നിട്ടുണ്ട്. ചന്തമോള് വന്നപ്പോഴോ നിനക്ക് കുഞ്ഞും വേണ്ട, നിന്റെ ബന്ധുക്കളെയും വേണ്ട. എന്താ അമ്മ ഇത്? ഏത് സമയം വിളിച്ചാലും അമ്മയ്ക്ക് ഇത് തന്നെ പറയാനുള്ളൂ. ചന്തമോൾ ഒരു കുഞ്ഞു കുട്ടിയല്ലേ. എങ്ങനെ അതിന്റെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത്? ഞാൻ പറയും. കാരണം എന്റെ മോൾ അറിഞ്ഞുകൊണ്ടുണ്ടായ ഒരു കുഞ്ഞായിരുന്നെങ്കിൽ അതെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആദർശിന് മറ്റൊരു ബന്ധം ഉണ്ടായിട്ട് അത് മറച്ചു വെച്ചിട്ട് എന്റെ കുഞ്ഞിനെ കല്യാണം കഴിച്ചില്ലേ? അതവൻ ചെയ്തത് തെറ്റായിപ്പോയി.
പോട്ടെ, എന്നാ കല്യാണം കഴിഞ്ഞിട്ട് നിന്നോട് തുറന്നു പറയാ അതും ചെയ്തില്ല. ഇപ്പൊ അവന്റെ ആദ്യ ഭാര്യയ്ക്ക് അസുഖമായി. അപ്പൊ ആ കുഞ്ഞിനെ ഇവിടെ തന്നെ ഏൽപ്പിച്ച് പോയേക്കുവാ. കൊള്ള ഏതായാലും. ദേ, നിന്റെ അച്ഛൻ വരുന്നുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിന്റെ കാര്യം ആലോചിച്ചിട്ടേ അങ്ങേർക്ക് വേവലാതിയാ കുറച്ച് ദിവസമായിട്ട്. ഞാൻ വെക്കുവാ നയനമോളെ. ഇതും പറഞ്ഞോണ്ട് കനക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ മോളെ? ഇത് പറഞ്ഞതും നയന പൊട്ടി കരയാൻ തുടങ്ങാൻ കേട്ടോ. മോളെ, നയനെ എന്താ? അമ്മേ, ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ഫോൺ എടുക്കണ്ടായിരുന്നു എന്ന്. ഇപ്പൊ അമ്മ ഓരോന്നും പറഞ്ഞതിനെ കുറ്റപ്പെടുത്തുക. എന്നെ പറയുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്റെ ആദർശേട്ടനെ കുറിച്ച് പറയുമ്പോൾ അത് മാത്രം എനിക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ. മോളെ, അമ്മ ഒരു കാര്യം പറയട്ടെ, മോൾ അതുപോലെ ചെയ്യ്. എന്താ അമ്മേ? കുറച്ചു നേരത്തിന് ചന്തമോളെ ഞാൻ നോക്കിക്കോളാം. മോള് ഡ്രസ്സ് മാറ്റിയിട്ട് വാ. എന്തിനാ? നീ നിന്റെ വീട്ടിൽ പോയി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വാ. ചന്തമോൾ ഉണ്ടാവുന്നത് കാരണം നിനക്കിപ്പോ വീട്ടിൽ പോകാൻ പറ്റാറില്ലല്ലോ. അതുകൊണ്ട് മോള് കുറച്ചു നേരം വീട്ടിൽ പോയി അവരൊക്കെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വാ. ആ സമയം കൊണ്ടേ ചന്തമോൾക്ക് ഒരു കുറവും വരുത്താതെ ഈ മുത്തശ്ശി നോക്കും. ശരി അമ്മേ. ഇതും പറഞ്ഞുകൊണ്ട് നയന ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നയനയുടെ വീടാണ് കേട്ടോ. ഗോവിന്ദനും കനകയും ഓരോന്ന് സംസാരിച്ചുകൊണ്ട് സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, കനകെ, നീ നേരത്തെ നയനമോൾക്കാണോ വിളിച്ചത്? അതെ ഗോവിന്ദേട്ടാ, അവളിപ്പോ ഇങ്ങോട്ടൊന്നും വിളിക്കുന്നില്ല. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കാറാ പതിവ്. അതെ, വിളിക്കുമ്പോ നീ മോളെ കുറ്റപ്പെടുത്താറുണ്ടോ? ഞാൻ കുറ്റപ്പെടുത്താറൊന്നുമില്ല, പക്ഷെ ഉപദേശിക്കാറുണ്ട്. ദേ കനകെ, മോളെ ഇനി ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. അവക്കത് വലിയ വിഷമാവും. നയനമോളെ നിനക്കറിയാലോ, ചെറിയ വിഷമം പോലും മോൾക്ക് താങ്ങാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോ. അത് ശരിയാ ഗോവിന്ദേട്ടാ, പക്ഷെ എനിക്ക് നയനമോളുടെ അവസ്ഥ ആലോചിച്ചിട്ടാ. എന്തിനാ അവൾ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നമ്മളെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം ചിലപ്പോ കനകെ. നമ്മുടെ മോള് നമുക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു അല്ലേ ഗോവിന്ദേട്ടാ? അതെ, ഇനിയും വിളിക്കുമ്പോ ആ പാവത്തിന് കുറ്റപ്പെടുത്തണ്ട. എപ്പോഴും സംസാരിക്കുന്ന പോലെ തന്നെ സന്തോഷത്തോടെ സംസാരിച്ചാ മതി. എന്നാലും ആദർശിനോട് എനിക്ക് പഴയ പെരുമാറ്റം ഉണ്ടാവില്ല. അവനെന്റെ മോളെ ചതിച്ചവനാ. അവനോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. അതെനിക്ക് പറ്റില്ല കനകെ. പക്ഷേ നമ്മുടെ മോള് അവന്റെ ഭാര്യ അയക്കുന്നിടത്തോളം കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റൂ കനകെ. ഇതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഗോവിന്ദൻ എന്തോ തളർച്ച പോലെ തോന്നുന്നു കേട്ടോ. എന്താ ഗോവിന്ദേട്ടാ, എന്താ പറ്റിയത്? കനകെ, നെഞ്ചിനകത്ത് നിന്ന് എന്തോ ഒരു വേദന പോലെ. നീ കുറച്ച് വെള്ളം എടുത്തേ. ഞാൻ ഇപ്പൊ എടുക്കാം ഗോവിന്ദേട്ടാ. ഇതും പറഞ്ഞ് അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഗോവിന്ദൻ അത് കുടിക്കുന്നുണ്ട്. ഓഹ്, എന്താന്നറിയില്ല, 2-3 ദിവസമായിട്ട് മനസ്സിനൊരു സുഖമില്ല. ആകെ ഒരു അസ്വസ്ഥത പോലെ. എന്തു പറ്റി ഗോവിന്ദേട്ടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. ഹോസ്പിറ്റലിൽ പോവാൻ മാത്രം പ്രശ്നമൊന്നും ഇല്ല. ചിലപ്പോ 1-2 ദിവസമായിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ, ആ ഒരു ക്ഷീണമായിരിക്കും. ജോലിയൊക്കെ ചെയ്യുമ്പോൾ കൈയും കാലും ഒക്കെ ഒന്ന് ഇളകുമല്ലോ, അപ്പൊ അതൊക്കെ ശരിയായിക്കോളും. ഗോവിന്ദേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നോക്ക കനകെ. ആ സമയത്താണ് നയന കയറി വരുന്നത്. അമ്മേ, അച്ഛാ, നയനമോള്. ഗോവിന്ദേട്ടാ, നയനമോള്. മോളെ വാ, ഞങ്ങൾ നിന്നെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. എന്താ എന്നെ കുറിച്ച് സംസാരിക്കുന്നത്? എന്റെ ഭർത്താവിനെ കുറിച്ചായിരിക്കും അല്ലേ? ഓ, നീ അതേക്കുറിച്ച് ഓർമ്മിപ്പിക്കില്ല നയനമോളെ. ശരി, എന്തായിരുന്നു ഇവിടുത്തെ എന്നെ പറ്റിയുള്ള ചർച്ച? ഒന്നുമില്ല, നിന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതാ. ആദർശം എന്നാലും എന്റെ മോളെ വല്ലാത്ത ഒരു ചതിയാ ചതിച്ചത്. അമ്മേ, ഇനിയും അതേനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാൻ പറ്റും മോളെ? അവൻ അങ്ങനെ ഒരു ചതിയല്ലേ ചെയ്തത്. എന്നാലും കണ്ണ് മൂടി പിന്നീന്ന് കുത്തുന്ന പോലെയായത്. കനകെ, നീ ഒന്നും മിണ്ടാതിരിക്കെ. മോൾക്ക് എന്തേലും കുടിക്കാൻ എടുക്ക്. എനിക്ക് കുടിക്കാനൊന്നും വേണ്ടമ്മേ. ദേ, ഇത് വാങ്ങിക്ക്. ഇതിലെ 2 ജോഡി ഡ്രസ് ഉണ്ട്. 2 പേർക്കും ആദർശേട്ടൻ എടുത്തു തന്നതാ. ഇത് കേട്ടപ്പോ തന്നെ അവർക്ക് ദേഷ്യം വരണ്ടോ. അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആദർശമോന്റെ കാശുകൊണ്ടാണ് ഇത് എടുത്തെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. അതെന്താ അച്ഛാ? നയനമോളെ, നിന്നോടാ പറഞ്ഞത്, വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അമ്മേ, അതെന്താ? ഞങ്ങൾക്ക് അവൻ വാങ്ങിച്ചിരുന്ന ഒന്നും ഇനി വേണ്ട. ദേ, അവൻ വാങ്ങിച്ചെന്നതാ ഈ വീട്. ഈ വീട് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ തയ്യാറാ. ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല. എന്നാലും ആദർശമ്മ ചെയ്ത് തെറ്റിനത്രോളം വരില്ല. അവന്റെ അമ്മയ്ക്ക് നീ കരള് കൊടുത്തില്ലേ മോളെ? ആ ഒരു ഇത്തിരി നന്മയെങ്കിലും അവൻ നിന്നോട് കാണിച്ചോ? അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട്, അതെ, മോൾ അവിടെ ഞങ്ങൾക്കും വേണ്ടി പിടിച്ചു നിൽക്കുവാണെങ്കിൽ പിടിച്ചു നിൽക്കരുതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. മോൾ അങ്ങനെ ആരെയും സഹിച്ചുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കണ്ട. മോൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്കൊരിക്കലും മോൾ ഒരു ഭാരമാവില്ല. അച്ഛാ, ആദർശേട്ടൻ ഞാൻ ഒരുപാട് മനസ്സിലാക്കി. ആദർശേട്ടനെ മനസ്സിലാക്കി ആദർശേട്ടന്റെ കൂടെ നല്ലൊരു ഭാര്യയായി കഴിയാനാ എനിക്ക് ആഗ്രഹം. അപ്പൊ നിങ്ങൾക്കിടയിൽ കുഞ്ഞൊന്നും വേണ്ടേ? അമ്മേ, കുഞ്ഞൊക്കെ വേണം. ആദർശേട്ടന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ശരിയായ എല്ലാം ശരിയാവും. ഓ, അവനാണോ പ്രശ്നം? ഏത് ഡോക്ടറെ നിങ്ങൾ കാണിച്ചത്? ആ ഡോക്ടറുടെ തലയ്ക്കകത്തൊന്നുമില്ലേ? ആ ചന്തുമോളെന്ന് പറയുന്നവള് അവന്റെ മകളാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ, ആദർശ് ഇത്രത്തോളം തരം താഴ്ന്ന അധപ്പതിക്കുമെന്ന്
ഒരിക്കലും ഞങ്ങൾ കരുതിയിരുന്നില്ല. അബിയെ ഒരുപാട് കുറ്റപ്പെടുത്തി. അബിക്ക് അല്ലറ ചില്ലറ പെണ്ണ് കേസുണ്ടെങ്കിലും ഇതുപോലെ അവൻ ഒന്നിലും ചെന്ന് ചാടിയിട്ടില്ല. അവൻ പോലും ഇത്രയും മോശമായൊരു കാര്യം ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ട് നയനയ്ക്ക് ആകെ അങ്ങ് വിഷമാവാണ് കേട്ടോ. ഇപ്പൊ തോന്നുന്നു ഒന്നോർക്കുമ്പോ അബിയാണ് നല്ലതെന്ന്. അനിയാണെങ്കിൽ നിന്റെ അനിയത്തിയുടെ പിന്നാലെ നടക്കുക. നല്ല മരുമകനെന്ന് കരുതിയ ആദർശനാണെങ്കിലോ ഇപ്പൊ ഏതോ ഒരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു. ആദർശനെ കാണുമ്പോ എനിക്കിപ്പൊ കാർക്കിച്ച് തുപ്പാനാ മോളെ തോന്നുന്നത്. അച്ഛാ, അങ്ങനെയൊന്നും പറയല്ലേ. ചങ്ക് പൊട്ടുന്ന വേദനയാ മോളെ. ആ അച്ഛന്റെ വിഷമം കൊണ്ട് പറയുന്നതാ. ആ സമയത്താണ് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ഗോവിന്ദേട്ടനെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. ശില്പത്തിന്റെ വർക്ക് തരാനാണെന്നാ തോന്നുന്നത്. ആണോ? ഇതും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ നയന ആകെ വിഷമിച്ചോണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എന്താ നയന മോളെ, നിനക്ക് ഞങ്ങൾ പറഞ്ഞത് വിഷമായോ? ഏയ് ഒന്നുമില്ല, മോൾ ഇവിടെ ഇരിക്ക്, അമ്മ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ഇതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നയന സ്വയം മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്, എന്തിനു ഇനി ഇത് മറച്ചു വെക്കുന്നത്? അമ്മയോടെങ്കിലും സത്യം പറയാം. ഇപ്പോൾ അച്ഛനില്ലാത്ത സമയമാണ്. ഇപ്പൊ തന്നെ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ പകുതി ആശ്വാസമാവും. ഇത് പറഞ്ഞുകൊണ്ട് നയന നേരെ കിച്ചണിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. കനകയാണെന്നുണ്ടെങ്കിലോ ചായക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അമ്മ, ആ മോളോട് ഞാൻ അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്, എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചായയുടെ അമ്മേ. ഓ വേണ്ട, നീ അവിടെ ഒരുപാട് പേർക്ക് ചായ ഇട്ട് കൊടുക്കുന്നതല്ലേ, ഇവിടെ ഞാൻ നിനക്ക് ചായ ഇട്ടുതരാം. എന്താ മോളുടെ മുഖത്തൊരു വിഷമം പോലെ? അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ വിശ്വസിക്കൂ? എന്താ? ആദർശനെ കുറിച്ച് വല്ല നട്ടാക്കുരുക്കാത്ത കള്ളമാണോ? അമ്മേ, അതൊന്നുമല്ല, സത്യവും ഞാൻ പറയാൻ പോകുന്നത്. നയന അമ്മയുടെ കള്ളം പറയുന്നു തോന്നുന്നുണ്ടോ? നയന ഒരിക്കലും കള്ളം പറയില്ല, പക്ഷെ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി കള്ളം പറയും. മറ്റുള്ളവരുടെ നന്മ മാത്രമേ എന്റെ മോള് കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാ അത്. അതല്ല അമ്മേ, ഇനിയും ആദർശേട്ടനെ കുറ്റപ്പെടുത്തരുത്. ചില സത്യങ്ങളൊക്കെ അമ്മ അറിയാനുണ്ട്. എന്താ മോളെ? അമ്മേ, ചന്തുമോളുടെ അച്ഛൻ യഥാർത്ഥത്തിൽ ആദർശേട്ടനല്ല. എന്നാ ഇത് കേട്ടോണ്ടാണ് ഗോവിന്ദൻ അടുക്കളയ്ക്ക് കാലെടുത്ത് വെക്കുന്നത്. ആ എടുത്തു വെച്ച കാല് പിന്നോട്ടെന്നെ വലിക്കാൻ കേട്ടോ ഗോവിന്ദൻ. എന്താ? ആദർശല്ലെന്നോ? പിന്നെ ആരാ? ആദർശാണെന്നാണല്ലോ ആദർശ് സമ്മതിച്ചത്. അത് മാത്രല്ല, അനന്തപുരിയിൽ ഒരു കൊച്ചുമകനാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല അമ്മേ, ആദർശേട്ടനല്ല ആ കുഞ്ഞിന്റെ അച്ഛൻ, പക്ഷേ അനന്തപുരിയിൽ ഒരു കൊച്ചുമകൻ തന്നെയാ. എന്തൊക്കെ നയനമോളെ നീ പറയുന്നത്? ഒന്ന് തെളിച്ചു പറ. അമ്മേ, അബിയാണ് ചന്തുമോളുടെ അച്ഛൻ. ഞാൻ സത്യമോ പറയുന്നത്? ദേ നയനെ, നിന്റെ ഭർത്താവിനെ മറച്ചു വെക്കാൻ വേണ്ടി അബിയെക്കുറിച്ച് കള്ളം പറഞ്ഞാലുണ്ടല്ലോ, അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അമ്മേ. എന്റെ അമ്മയാണ് അച്ഛനാണ് സത്യം, അബിയാണ് ചന്തുമോളുടെ അച്ഛൻ. ഇതും പറഞ്ഞോണ്ട് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നയന പറയുന്നുണ്ട് കേട്ടോ. ആ ഭാഗമൊക്കെ പിന്നെ സ്പീഡിലാണ് കാണിക്കുന്നത്. അവിടെ ഒന്നും പറയുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ടൂൺ മാത്രമേ ഉള്ളൂ കേട്ടോ. മോളെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ അമ്മേ, വിശ്വസിച്ചേ പറ്റൂ. അബി കളിച്ച നാടകമാണ് അമ്മ ഇത്. ചേച്ചി അറിയാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങളിത് ആരോടും പറയാതിരുന്നത്. എന്നാലും ആദർശ അപമാനമൊക്കെ. അമ്മേ, അച്ഛൻ വന്നാ ഇത് കേൾക്കും. തൽക്കാലം അമ്മയെങ്കിലും അറിഞ്ഞല്ലോ, ആശ്വാസമായി. എനിക്ക് പകുതി ആശ്വാസം കിട്ടിയമ്മേ. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു വീഴ്ച കേൾക്കുന്നത്. അതായത് ഗോവിന്ദൻ നെഞ്ചിലും കൈവച്ച് അയ്യോ അമ്മേ ഇതും പറഞ്ഞുകൊണ്ട് അയാൾ താഴോട്ട് വീഴാണ് കേട്ടോ. ഇത് കണ്ട പടത്തന്നെ നയനയും ഗോവിന്ദനും ഓടിച്ചെന്ന് എത്തുന്നുണ്ട്. അയ്യോ അച്ഛാ, ഗോവിന്ദേട്ടാ എന്താ പറ്റിയേ? ഇതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ശബ്ദം ഉണ്ടാക്കിയിട്ട് ഗോവിന്ദേട്ടനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരു ബോധവും ഇല്ല കേട്ടോ. ആ സമയത്താണ് നയന വെറുതെ ശ്വാസം നോക്കുന്നത്. അപ്പൊ ശ്വാസം ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. നയന ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നയന ആംബുലൻസ് വിളിക്കുന്നുണ്ട്. ആദർശിനെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശൊക്കെ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല കേട്ടോ. ആളൊന്ന് അനങ്ങുന്ന പോലും ഇല്ല. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ഈ ഒരു എപ്പിസോഡിന്റെ ബാക്കി ഇനി നമ്മൾ പറയാനിരിക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യും. ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ബൈ ഗായ്സ്.